ഹായ്, പുതിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സൂര്യ അണ്ണൻ്റെ റെട്രോ. ഇപ്പം ബോക്സ് ഓഫീസിൽ ഒരു പരാജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഹിറ്റാവണമെങ്കിൽ ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് കൂടുതൽ ദൂരം പോകാൻ ഈ പടത്തിനെ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നു, ബോക്സ് ഓഫീസ് പ്രകടനം വെച്ച്. അപ്പോൾ ഇത് കാർത്തിക് സുബ്ബരാജ് ന്യായീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഓൺലൈൻ റിവ്യൂസ് നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. എന്നിട്ടും പുള്ളിയുടെ എടുത്ത സിനിമയുടെ പോരായ്മ എന്തുവാണെന്ന് പുള്ളി മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയും പിന്നെ ഈ സൂര്യനെ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനി ഏത് ടൈപ്പിലുള്ള പടം പുള്ളി സെലക്ട് ആക്കണം, ആ ഒരു രീതി, അത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇത് വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. ആദ്യമായിട്ടാണ് കാണുന്നതും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനം വരുന്നു കാണണം. ഇപ്പം റെട്രോ ഇപ്പോൾ റിലീസായി, ഇപ്പം 3 ദിവസം കഴിഞ്ഞ്. അപ്പം പുള്ളി നെഗറ്റീവ് റിവ്യൂസും ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ ഹിറ്റാവുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സിനിമയും ആരും ഡിസാസ്റ്റർ ആവണം, ഫ്ലോപ്പ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തുമില്ല, അത് ഇറക്കത്തുമില്ല. അപ്പോൾ പുള്ളി ആ സിനിമയിൽ ഉദ്ദേശിക്കുന്ന ഒരു തീം, അത് ഭൂരിഭാഗം പ്രേക്ഷകർ അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ പടം ഫ്ലോപ്പ്, അങ്ങനെയാണ് കരുതുന്നത്. പിന്നെ ഈ ഡീഗ്രേഡിങ് കൊണ്ട് പടം നശിക്കാറുണ്ട്. കാരണം രണ്ട് ഫാൻസുകാർ അത് കൂടുതലും ഇപ്പം ഞാൻ ഒരു വിജയുടെ ഒരു ഫാനാണ് എന്നും പറഞ്ഞ് ഞാനിപ്പം സൂര്യയുടെ സിനിമ കാണും, വിജയുടെ സിനിമയും കാണും, അല്ല മിക്കവരുടെ സിനിമ കാണും. അന്നേരം നമ്മൾ വിജയുടെ സിനിമ കണ്ടിട്ട് സിനിമ നല്ലത് തന്നെ ഏറ്റവും കൂറ പടമാണെങ്കിലും നല്ലതാണെന്ന് പറയേണ്ട കാര്യമില്ല. അത് ഒരു സമയം ഉണ്ടായിരുന്നു. സിനിമ കാണാൻ ചെല്ലുമ്പം വിജയുടെ സിനിമയായാലും ചെല്ലുമ്പം നമ്മൾ ഫാനിൻ്റെ ഇതങ്ങ് മറക്കും. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന സിനിമ എങ്ങനെയുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ആക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ആ പടം നല്ലതാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. അതുപോലെ തന്നെയാണ് വിജയുടെ സിനിമ. ഈ വാരിസൊക്കെ കണ്ടിട്ട് വിജയുടെ ഇൻട്രോ കഴിഞ്ഞ് വിജയ് ആ വീട്ടിലോട്ട് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് കോപ്രായം കണ്ടു കഴിഞ്ഞിട്ട് അന്നേരം ഇൻ്റർവെല്ലിന് മുമ്പാണ് ഇതൊക്കെ, അന്നേരം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് തോന്നിയ പടങ്ങളാണ് വാരിസും ഭൈരവയൊക്കെ. അയ്യോ ഭൈരവയൊക്കെ എന്ന് പറഞ്ഞാൽ ആ കല്യാണം വീട്ടിലോട്ട് പോകുന്ന സീനുണ്ടല്ലോ, അവിടെ വെച്ച് അവിടെ നിന്ന് തൊട്ട് ഇറങ്ങി പിന്നെ നമ്മളെല്ലാം പൈസയും പോയി അകപ്പെട്ടു പോയ ഉള്ളൊരു ഇത് വെച്ചാണ് പടം കണ്ടു തീർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, പന്നലാണെങ്കിൽ പന്നലെന്ന് പറയും. ഇപ്പോൾ സൂര്യയുടെ സിനിമയിൽ നിന്ന് ഇപ്പം കാർത്തിക് സുബ്രാജ് നല്ല ഒരു ഡയറക്ടറാണ്, പക്ഷേ പുള്ളിക്ക് പാളിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് പുള്ളി എന്തോന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ റെട്രോയുടെ ഞാനാണെങ്കിൽ സ്പോയിലർ ആവുന്നു വെച്ച് പറയാതിരുന്നതാണ് ആ സിംഗിൾ ഷോട്ടിൻ്റെ കാര്യം. ഒരു 20 മിനിറ്റുള്ള ഒരു സിംഗിൾ ഷോട്ട്, അത് നല്ല ഒരു മേക്കിംഗ് സ്റ്റൈല്. അതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസും ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അറിയാം എല്ലാവരും എന്തുവാ വലിച്ച് നീട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളെല്ലാം പറയും. ഇത് എന്ന് പറഞ്ഞാൽ പുള്ളി വിജയിച്ച സാധനം തന്നെ പിന്നെ ഇതിനകത്ത് എടുത്തിട്ട് അതെന്ന് വെച്ചാൽ അടിമകളെ വെച്ച് ചൂഷണം ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, മറ്റേ വലിയവരും താഴ്ന്നവരും ഉയർന്നവരും തമ്മിലുള്ള, അത് തന്നെയാണ് ഇതിനകത്തും പരീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ നായകനെ ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ കൂട്ട്, ഒരു കൃഷ്ണൻ്റെ കൂട്ടുള്ള ഒരു അവതാരം പോലൊക്കെ അതിനകത്ത് ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൂടുതൽ പേരിലോട്ട് അത് എത്തിയില്ല. സൂര്യയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയെങ്കിലും നിന്നത്. അല്ലെങ്കിൽ ഇത് ഈ പടം ആരും കാണത്തില്ല. അതാണ് സത്യം. അത് ഇനി കാർത്തിക് സുബ്രാജ് ചെയ്യേണ്ട പടത്തിലും ഈ ഒരു സാധനം വിട്ട് ഒന്ന് പിടിക്കണം. അല്ലാതെ ഇത് തന്നെ വെച്ചിപ്പോൾ നിങ്ങളെയായിരുന്നു ആകെ ഒരു പ്രതീക്ഷ, സൂര്യയെ ഒന്ന് കയറ്റിക്കൊണ്ട് വരാൻ. പക്ഷേ നിങ്ങളും കൈവിട്ട് അല്ല കാർത്തിക് സുബ്രാജ്. അത് ഇനിയുള്ള പടത്തിൽ അത് ആവർത്തിക്കാതിരിക്കുക. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സൂര്യയോടാണ്. സൂര്യ എന്ന് പറഞ്ഞ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ വിജയുടെ കൂട്ടല്ല. വിജയ് എന്ന് പറഞ്ഞാൽ അതൊരു മാസ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്താണ് പുള്ളി പടം ഇറക്കുന്നത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇവർ രണ്ടുപേരുടെയും കമ്പയർ ചെയ്തൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കിയാൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഈ സൂര്യ എൻ്റെ ഒരു സൂര്യയോട് ഇഷ്ടം കൂടിയ കുറേ സിനിമകൾ എനിക്ക് ഒരു കളക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഗജനി, അയൺ, ഗജനി, പിന്നെ കാക്ക അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളുണ്ട്. വാരണമായിരം, ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് നമുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു അഭിനയിക്കുവാണെന്ന് പോലും അതേപോലത്തെ ഉള്ള രീതിയിൽ തോന്നിയൊരു ഇഷ്ടമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സിനിമ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഗജനിയാണ്. എനിക്ക് ഗജനി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴായാലും അത് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആ ഫുള്ള് ഞാൻ ഇരുന്ന് കാണും. അത് എനിക്ക് അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. എൻ്റെ റിംഗ് ടൂണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ആ തീം സോങ് ആണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗജനി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലുള്ളൊരു സിനിമ ചെയ്ത സൂര്യ ഇപ്പം ഒരു 10 വർഷം, ഒരു ഹിറ്റ് അടിച്ചിട്ട് 10 വർഷമായി.
10 വർഷത്തിനിടയ്ക്ക് പുള്ളി ഒന്നും ഇപ്പം ഇടയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് OTT റിലീസായിരുന്നു. എങ്കിലും ഒരു മാസ് ഓഡിയൻസിന് മുന്നിൽ പുള്ളിയുടെ ഒരു സ്റ്റാർഡം പോയി ഇരിക്കുക. ഇനി സൂര്യ എന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി സൂര്യയുടെ വരാൻ പോകുന്ന RJ ബാലാജിയുടെ ഒരു പടമുണ്ട്. അത് പുള്ളി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, RJ ബാലാജി എന്ന് പറയുന്നത് ഒരു മൂക്കുത്തി അമ്മാനൊക്കെ കണ്ടല്ലോ, ഒരു കോമഡി, പുള്ളി പറയുന്ന ഒരു പൊളിറ്റിക്സ് ഇതെല്ലാം കൂടെ രീതിയിലാണ് പുള്ളി പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിനകത്തും ഇനി വരാൻ പോകുന്ന പടത്തിനകത്തും അതേപോലെ എന്തെങ്കിലും ഒരു തീം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മാസ് ഓഡിയൻസിന് വേണ്ട പടം ആയിരിക്കത്തില്ല. അപ്പോൾ സൂര്യ എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാസായിട്ട്, എന്ന് വെച്ചാൽ വിജയുടെയൊക്കെ സിനിമയുടെ കൂട്ട് ഒരു മാസ് ഓഡിയൻസിനെ സൃഷ്ടിക്കുക, ആ പുള്ളിയുടെ ഒരു സ്റ്റാർഡം കുറച്ചും കൂടെ ഒന്ന് പഴയതുപോലെ നാക്കിയെടുക്കുക. അതാണ് ഇനി ഒരു ഡയറക്ടർ ചെയ്യേണ്ടത്. ഇനി സൂര്യ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഇനി വരുന്ന സൂര്യ 46 47 പടങ്ങൾ, ഇപ്പോൾ എന്തുമായാലും RJ ബാലാജിയുടെ പടം ഏകദേശം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇനി വരാനുള്ള പടങ്ങൾ പരമാവധി ഉപേക്ഷിക്കുക. ഇനി വാടിവാസൽ എന്ന് പറഞ്ഞൊരു പടം വെട്രിമാരൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ആ പടം ആണ് ഇനി എനിക്ക് പ്രതീക്ഷയുള്ളത്. ആ ഒരു പടത്തിന് വേണ്ടി നല്ല രീതിയിൽ, ഇപ്പോൾ സൂര്യ എന്ന് പറഞ്ഞാൽ അറിയാം, പുള്ളിയുടെ ഒരു ആത്മാവിനെ തന്നെ ആ ക്യാരക്ടറിൽ കാണാൻ പറ്റും. നമ്മൾ എല്ലാ സിനിമയും എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ അതേപോലെ വാടിവാസലാണ് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ കാർത്തിക് സുബ്രാജിനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എനിക്ക് പ്രതീക്ഷ വെട്രിമാരനേ ഉള്ളൂ. ഇനി വെട്രിമാരൻ്റെ പടത്തിന് വേണ്ടി ഇപ്പം ഒരു 1-2 വർഷത്തേക്കിന് ഒന്ന് ബ്രേക്ക് എടുക്കുക, ചവറ് പോലെ പടം ചെയ്യാതെ. ഇനി ഇതുപോലെ അടുപ്പിച്ച് പടം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഉള്ള സ്റ്റാറും കൂടി കുറയും. അപ്പം കുറേ നാൾ സൂര്യയ്ക്ക് വേണ്ടി പടം ഇല്ലാതിരിക്കുമ്പം ആൾക്കാർ വെട്രിമാരൻ്റെ വേണ്ടി വെട്രിമാരൻ്റെ ഒരു ടീസർ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അടുത്ത നാഷണൽ അവാർഡിന് വേണ്ടിയുള്ള പടമായിരിക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നാഷണൽ അവാർഡ് മാസിന് വേണ്ടിയുള്ള ഒരു പടം ഉണ്ട്. അത് വെട്രിമാരൻ്റെ പടങ്ങളറിയാം, അതിൻ്റെ കൂടെ പൊളിറ്റിക്സും മാസും കൂടെ ചേർത്താണ് പുള്ളി ചെയ്യുന്നത്, ക്ലാസിക്കും കൂടെ ചേർത്ത്. അപ്പോൾ 3 രീതിയും കൂടെ ചേർത്ത് നല്ലൊരു സൂര്യ അതിനകത്തൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ആ പടത്തിന് വേണ്ടി ഇനി വരുന്ന പടം ഉപേക്ഷിച്ചിട്ട് അതിന് വേണ്ടി അത് ചെയ്യാൻ വേണ്ടി ഒന്ന് തയ്യാറെടുക്കാനാണ് എനിക്ക് സൂര്യയോട് പറയാനുള്ളത്. അപ്പോൾ അല്ലാതെ ഇതുപോലെ ചവറ് പടങ്ങൾ അടുപ്പിച്ച് റിലീസാക്കാതിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം കാർത്തിക് സുബ്ബരാജിനെയായിരുന്നു ഇത്രയും നാൾ പ്രതീക്ഷയായിട്ട് വെച്ചിരുന്നത്. പക്ഷേ പുള്ളിയും ഇതുപോലൊരു പടം ചെയ്ത് അതും പ്രേക്ഷകരെ അംഗീകരിച്ചില്ല. അതും കാർത്തിക് സുബ്ബരാജിൻ്റെ കയ്യിലെ തെറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടു മറന്ന തീം എടുത്ത് പിന്നെയും എടുക്കുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും. അപ്പോൾ അത് പിന്നെയും ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇത് സൂര്യ ഞാൻ ഈ ഒരു പടത്തിൽ ഒരിടത്തും നെഗറ്റീവ് ഞാൻ പറയുന്നില്ല. പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ തീമാണ് പ്രശ്നം. അപ്പോൾ ഇനി ഇതേപോലെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വാടിവാസിലുണ്ട് ലോകേഷിൻ്റെ പടങ്ങളൊക്കെ വരുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുവരിക. ഇതുപോലെ ചവറ് പടങ്ങൾ, ഇപ്പോൾ RJ ബാലാജിയുടെ പടം ഹിറ്റാവാതിരിക്കാം, എങ്കിലും ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു ഹിറ്റ് ഇനിയും തുടരുന്നു. ആ പഴയ ഒരു സൂര്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.